ഗൗതം വാസുദേവ് മേനോൻ അങ്ങനെ വിളിക്കപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി ജാതിയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ഒത്തിരി ചർച്ചകൾ നടക്കുകയും ചെയ്തു. പക്ഷേ അധികമൊന്നും ഇടങ്ങളിൽ പറഞ്ഞു കേട്ടില്ല എന്ന് തോന്നിയ ഒരു പോയിൻ്റ് ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ ചർച്ചകളാവാം. ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹം ഒരു തമിഴ് ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഈ സമൂഹത്തിലെ ഡിവിഷൻസ് ഉണ്ടല്ലോ, അതായത് ആളുകളെ ഇങ്ങനെ വേർതിരിച്ച് കാണുക എന്ന് പറയുന്നത്, അതിൽ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് ഇന്ത ജാതി അന്തമാരി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ ജാതി വിഷയമായി വരുന്ന സിനിമകൾ, ജാതീയ വേർതിരിവുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ, അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല എന്നാണ് ഗൗതം വാസുദേവ് മേനോന് തോന്നുന്നത്. കാരണം ഇന്ന് ജാതി ഇല്ലാത്തൊരു സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് 80കളിലെയും 90കളിലെയും ഒക്കെ പഴയ കഥകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന് അതിലെ ജാതീയ വേർതിരിവുകളൊക്കെ കാണിച്ചുകൊണ്ട് ഇത്തരം കഥകൾ പറയുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം. കാരണം ഓരോ ആളുകളും സംസാരിക്കുന്നത് അവരുടെ സാമൂഹ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണല്ലോ. ശരിക്കും ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗൗതം വാസുദേവ് മേനോൻ സിനിമകളിലെ സാമൂഹ്യ ബോധത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പാവകഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 സിനിമകളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. വെട്രിമാരനും സുധാ കൊങ്ങരയും ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അതിലൊന്ന് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കാണിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നായക കഥാപാത്രങ്ങളെയും അനുബന്ധ കഥാപാത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ലെവലിലോ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന കുടുംബങ്ങൾ, അവരുടെ വാല്യൂസ്, അതിൽ നിന്നുകൊണ്ടുള്ള കഥകളൊക്കെയാണ് പറയുന്നത്. എല്ലാ തരം കഥകളും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്, അതൊക്കെ സംഭവിക്കേണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു 14 വയസ്സുള്ളൊരു പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിനുശേഷം ആ കുടുംബം ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യം പുറത്തറിയിക്കാതിരിക്കാനുള്ള ഒരുപാട് വ്യഗ്രതകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ വീട്ടിലെ അമ്മ ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നത് പോലും, ഒരു നിമിഷം എനിക്ക് നിന്നെ തള്ളിയിട്ട് കൊല്ലണമെന്ന് തോന്നിപ്പോയി, പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാടും ജാതി പുള്ളി അവിടെ പറയുന്നുണ്ട്, പക്ഷേ ജാതി ഇല്ല എന്നാണല്ലോ പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നെക്കൊണ്ട് തോന്നിപ്പിച്ച ഈ സമൂഹമൊക്കെയാണ്, ഈ ഒരു വിഷമം നിനക്ക് കുറച്ചു കാലം ഉണ്ടാവും, പക്ഷേ അത് കഴിയുമ്പോൾ നീ പറക്കണം എന്നൊക്കെ മകളോട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാണ്, വാഗോണ്ട് പറയുന്നൊന്നുമില്ല. അങ്ങനെ പറയുന്നൊരു അമ്മയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കുട്ടിക്കൊരു ജസ്റ്റിസ് അവിടെ സെർവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പോലീസിലേക്ക് പോകുന്നില്ല. മാനമാണ്, അഭിമാനമാണ് അവിടെ പ്രശ്നം. ആ അഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ജാതിയാണ് എന്ന് സിമ്രാൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രം പറയുന്നുണ്ട്. ആൻഡ് ഈ കുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് സഹോദരൻ വിശ്വസിക്കുന്ന, സിനിമയിൽ കാണിക്കുമ്പോൾ അതേ ആളെ തന്നെ അവന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ആയിരിക്കും അവർ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സഹോദരന് സംശയം തോന്നിയിട്ടുള്ള ആൾ സഹോദരി പറഞ്ഞ ക്ലൂ മാത്രം വെച്ചുകൊണ്ട് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു കേസായി ഇത് ഫോർവേഡ് ആകുമ്പോഴാണ് ഈ ഇന്നയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇനി അയാളെ പ്രതിയായി രേഖപ്പെടുത്തിയാലും അയാളാണ് കുറ്റവാളി എന്നുള്ളത് കോടതി മുഖേനയൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ സിനിമയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ ചെന്ന് ഈ റേപ്പ് ചെയ്തു എന്ന് പറയുന്നയാളെ അയാളുടെ ലൈംഗികാവയവം മുറിച്ചു മാറ്റി പ്രതികാരം ചെയ്യുന്നത് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിന് തന്നെ മറ്റൊരു സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കേന്ദ്ര കഥാപാത്രം പോലീസുകാരനാണ്. അയാൾ ഒരാളെ എൻകൗണ്ടർ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് ന്യായീകരിച്ച് പറയുന്നത് നമ്മൾ ഇനി ഇവനെ അറസ്റ്റ് ചെയ്യണം, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ കോടതിയിൽ കൊണ്ടുപോകണം, ചിലവല്ലേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ബുള്ളറ്റ് അവനെ വെടിവെച്ചു എന്നല്ലേ ഉള്ളൂ, അതെൻ്റെ ചിലവല്ലേ, 50 രൂപയുടെ ബുള്ളറ്റേ ഉള്ളൂ, അത് പോട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിക്കും എന്ന് പറഞ്ഞ് ഈ നായക കഥാപാത്രം ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലേക്ക് വരുമ്പോൾ, ജനാധിപത്യപരമായി കാര്യങ്ങളെ നോക്കിക്കാണുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എൻകൗണ്ടർ ഈസ് നോട്ട് ജസ്റ്റിസ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നമ്മളിപ്പോൾ ജയിലുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ തടവിൽ പാർപ്പിച്ച് ശിക്ഷിക്കുന്ന സ്ഥലമല്ല, അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക, ഒരു കറക്ഷണൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ജയിലുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഒട്ടും മാപ്പർഹിക്കാനാവാത്ത, അതായത് ഏത് മനുഷ്യത്വത്തിൻ്റെ ഏത് അളവുകോലിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഒട്ടും മാപ്പർഹിക്കാനാവാത്ത കുറ്റകൃത്യങ്ങൾക്കാണ് നമ്മൾ വധശിക്ഷ കൊടുക്കാറുണ്ട്. അപ്പോഴാണ് ഇവിടെ പോലീസില്ല, കോടതിയില്ല, മറ്റ് വ്യവഹാര പരിപാടികളൊന്നുമില്ല. ഒരു പോലീസുകാരന് കയ്യിൽ തോക്കുണ്ട്, അവനാണ് പ്രതിയും തോന്നി അവനെ അങ്ങ് തട്ടിക്കളഞ്ഞു. ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു റേപ്പ് ഉണ്ടാകുമ്പോൾ വിക്ടിമിന് ആവശ്യമായ സപ്പോർട്ട് ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കുന്ന സംവിധാനങ്ങളിലേക്ക് ഒന്നും പോകാതെ വീട്ടിൽ തന്നെ തളച്ചിട്ടിട്ട് നീ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും മോളെ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു അമ്മയെ കാണിക്കുന്നു. ആക്ച്വലി ഗൗതം മേനോൻ സിനിമകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലും ഇപ്പോൾ രാവിലെ എണീറ്റ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയോ അല്ലെങ്കിൽ ദ ഹിന്ദുവിൻ്റെ ഒരു 4 പേജൊക്കെ മറിച്ചിട്ട് ഐ ഡോണ്ട് നോ ഹൗ ദിസ് കൺട്രി ഈസ് ഗോയിങ് ടു മൂവ് ഫോർവേഡ് മാൻ എന്നൊക്കെ പറയുന്ന ഒരു റേപ്പ് ഇൻസിഡൻറ്റ് വാർത്ത വായിക്കുമ്പോൾ ഇവനെയൊക്കെ ഇപ്പം തന്നെ കൊന്നുകളയണം എന്ന് ചിന്തിക്കുന്ന, എന്നാൽ അതേസമയം പോക്സോ കേസിലോ അല്ലെങ്കിൽ റേപ്പ് കേസിലോ ഒക്കെ ഒരാൾ കുറ്റവിമുക്തനാവുമ്പോൾ
ഇങ്ങനെയുള്ള കേസ് കൊടുക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് ഈ നാട് നശിക്കും എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അരാഷ്ട്രീയ ചിന്ത എന്നൊക്കെയാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക എന്നൊക്കെ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ പേരിൽ അങ്ങ് ഒരു അളിഞ്ഞ തീരുമാനം എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു വിഭാഗത്തിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് അതുപോലുള്ളൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ജാതിയില്ല എന്നുള്ളത്. അദ്ദേഹം സ്വന്തം സിനിമകൾ ഏറ്റവും കൂടുതൽ റിലീസായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വരെ വളരെ 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 മൃഗീയമായ രീതിയിൽ ദളിത് മനുഷ്യർ ആക്രമിക്കപ്പെട്ടിട്ടുള്ള വാർത്തകൾ അദ്ദേഹത്തിന് കാണാൻ പറ്റും. ജാതീയമായ വേർതിരിവുകൾ കൊടികുത്തി വാഴുന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും നമ്മൾ ഈ വായിക്കുന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നു എന്ന് വരില്ല. ഞാൻ അനുഭവിക്കുന്നില്ല, എൻ്റെ കാഴ്ച എത്തുന്നിടത്ത് അനുഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന, തൻ്റെ ചുറ്റും ജനിച്ച് ജീവിച്ച് മരിച്ച ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കാണാനാവാത്ത ഒരു സാമൂഹ്യ ബോധമില്ലായ്മ ഗൗതം വാസുദേവ് മേനോൻ്റെ ആ വാക്കുകളിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിൽ ജാതി പറയുന്ന, അതായത് നമ്മൾ ഇന്ന ജാതിയാണെന്ന് ഓർക്കണം കേട്ടോ എന്ന നായകൻ്റെ അനിയത്തി നായകനോട് പറയുന്ന ഡയലോഗ് അടക്കം ആളുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജാതീയമായ വേർതിരിവുകളെ കുറിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന അത്തരം സിനിമകൾ എല്ലാം തന്നെ ഈ 80s 90s സെറ്റിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്ന സിനിമകളല്ല, ഇന്നും തുടരുന്ന കാര്യങ്ങൾ സിനിമകളായി വരുന്നുണ്ട്. ആൻഡ് ഇതിനോട് ഈ ഒരു വിമർശനം ഉണ്ടല്ലോ, ഇപ്പോൾ ഗൗതം വാസുദേവ് മേനോൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വിമർശനത്തിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വിമർശനം കൂടിയുണ്ട്. അതായത് ജാതീയമായ വേർതിരിവുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന സിനിമകൾ വരുമ്പോൾ, അതായത് ഇങ്ങോട്ട് ഒരുപാട് അക്രമമൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ അക്രമത്തിന് തിരിച്ചടിക്കാൻ പോകുന്ന നായകന്മാരെ കാണുമ്പോൾ, അതായത് ദളിതർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ തന്നെ ജീവിക്കുന്ന നായക കഥാപാത്രം കണ്ടും കേട്ടും മടുത്ത് തിരിച്ചടിക്കാൻ പോകുമ്പോൾ അത്രയും വയലൻസ് ഒക്കെ സിനിമയിൽ വേണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദോസ് സ്റ്റോറീസ് നീഡ് ടു ബി ടോൾഡ് എനിമോർ എന്ന് ചിന്തിക്കുന്ന ഗൗതം വാസുദേവ് മേനോനോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേലുത്തമ്പി ദളവയുടെ കഥ കേൾക്കുകയാണ്, പോട്ടെ പഴശ്ശിരാജയുടെ കഥ കേൾക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ അത് പറയുന്നത്? ബ്രിട്ടീഷുകാർ നമ്മളിപ്പോൾ ഭരിക്കണ്ട, ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ വയലൻസ് കാണിക്കുന്നത്? അത് നമ്മുടെ രാജ്യത്തിൻ്റെ പോരാട്ടം, മറ്റത് മറിച്ചത് അല്ലേ? അതാണ് പഴശ്ശിരാജ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റാണ്, വേലുത്തമ്പി ദളവ ചെയ്യുമ്പോൾ അത് സെറ്റാണ്. മാക്സിമം പോയാൽ നമ്മൾ ഈ ചേകവന്മാർ വരെയുള്ള ഫൈറ്റ് കാണും. അവരൊക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതും അവരുടെ പോരാട്ടങ്ങൾ അംഗീകരിക്കുന്നതും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. പക്ഷേ അതിന് താഴേക്ക് നമ്മൾ പോവില്ല. നമ്മൾ ഈ ജാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും അധികം രേഖപ്പെടുത്താത്ത ചരിത്രമുള്ള ആളുകൾ ദളിതരാണ്. കുറച്ച് വിദേശികളോ അല്ലെങ്കിൽ അത്രത്തോളം ചരിത്രത്തോട് സത്യസന്ധത പുലർത്തിയിട്ടുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്ത്യ ഒട്ടാകെ എടുത്തു നോക്കിയാൽ ദളിതരുടെ ചരിത്രം എന്ന് പറയാൻ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രങ്ങളും ചരിത്രത്തിലെ വലിയ ധീര വീര രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടുള്ളത് മറ്റ് കമ്മ്യൂണിറ്റികളിൽ നിന്നാണ്, അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ നിന്നാണ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റേ ധീരദേശാഭിമാനികൾ എന്നൊക്കെ നമ്മൾ വാഴ്ത്തുന്ന രാജാക്കന്മാരുണ്ടല്ലോ, ഈ രാജാക്കന്മാരുടെ പോരാട്ടത്തിന് രാജ്യത്തിന് വേണ്ടി നടത്തിയ എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമാണല്ലോ, അത് ഇന്ത്യ ഒട്ടാകെ സ്വതന്ത്രമാവാൻ വേണ്ടി നടത്തിയ പോരാട്ടമാണെന്നൊന്നും ചിലപ്പോൾ അതെൻ്റെ അറിവില്ലായ്മയായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി തരാവുന്നതാണ്. ക്ഷത്രിയരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ മുന്നണി പോരാളികളായി നിന്നിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ കഥകളൊക്കെ മറ്റേ വീറും വാശിയുമുള്ള ചേകോൻ്റെ കഥ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ സെറ്റ് ഓഫ് കമ്മ്യൂണിറ്റീസിൻ്റെ പോരാട്ടങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? പക്ഷേ ജീവിച്ചിരിക്കാൻ വേണ്ടി പോരാടേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് ഇന്നാട്ടിലെ ദളിതരൊക്കെ. സ്വന്തമെന്ന് കരുതി ചെറിയൊരു വേലിക്കെട്ടിനകത്ത് താമസിക്കുമ്പോൾ പോലും അതിലുണ്ടാവുന്നതിന് പോലും സ്വന്തം അവകാശം നേടിയെടുക്കാനാവാതെ പോയ ഒരുപാട് ആളുകളുടെ വളരെ കാലം നീണ്ടു നിന്ന പോരാട്ടങ്ങളിലൊടുവിലാണ് ഇന്നാട്ടിലെ ഓരോ ദളിതനും നെഞ്ചുയർത്തി നടക്കാൻ തുടങ്ങിയത്. അത് എന്നും ഉള്ളതാണ്. ജീവിച്ചിരിക്കുന്നത് പോലും ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി എന്ന അവസ്ഥയിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടുകൂടി പോരാടുന്ന കുറേ ആളുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കർണൻ സിനിമ എടുത്ത് നോക്കുമ്പോൾ അവിടെ ധനുഷിൻ്റെ ക്യാരക്ടർ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിന് അതിന് ഇത്രയും വയലൻ്റായി അല്ലെങ്കിൽ അക്രമം കൊണ്ടാണ് ഇതിനെ നേരിടേണ്ടത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ കേരളത്തിലൊരു ദളിത് കമ്മ്യൂണിറ്റിയുടെ കഥ പറയുകയാണെന്ന് വിചാരിക്കും. ഒരുപാട് ജാതീയമായ അടിച്ചമർത്തലുകളൊക്കെ നേരിട്ട് വളരെ ചെറിയൊരു സ്ഥലത്ത് ജനിച്ച് ജീവിച്ച് വളർന്ന ഒരാൾ അവൻ്റെ ബേസിക് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി നമ്മൾ പരിയേറും പെരുമാളിൽ കാണുന്നത് പോലെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ടിട്ടാണെങ്കിലും പഠിച്ചൊരു നല്ല നിലയിൽ എത്തിയിട്ട് എൻ്റെ കുടുംബത്തിനെയും എൻ്റെ ജനതയും കാപ്പാത്തും എന്ന് പറയുന്ന രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വലിയ കുഴപ്പമൊന്നും ആൾക്കാർ പറയില്ല. പക്ഷേ അതേ നായകൻ തനിക്ക് കോൺസ്റ്റൻ്റ്ലി നേരിടേണ്ടി വരുന്ന ഈ അപമാനത്തിന് ഒരു ദിവസം ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ അതെന്ത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യം പോലെ. നിങ്ങൾ
നായാട്ട് എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കൂ. അവിടെ ദളിതനായിട്ടുള്ള ഒരു യുവാവാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ, കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പോലീസുകാരനാണ്. അയാളുടെ കൈ തട്ടിയിട്ട് ഈ ഫോൺ താഴെ പോവാണ്. അപ്പോൾ ആ യുവാവ് പറയുന്നത് ഫോൺ എടുത്ത് തന്നിട്ട് പോകണം സാറേ എന്നാണ്. ഇത് പഴയ കാലമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ അങ്ങോട്ട് ഇങ്ങനെ ചാർജായി വരുന്നത് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. ആ സിനിമയിൽ ആ കഥാപാത്രത്തിൻ്റെ പുള്ളി കുറച്ച് എക്സ്ട്രീം പ്രശ്നക്കാരനാണ് എന്നുള്ളതുകൊണ്ട് അതൊരു നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെയാണ് സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവൻ ആ ചോദിച്ച ചോദ്യം 100% ന്യായമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കയ്യിലിരുന്ന ഫോൺ തട്ടി താഴെയിട്ടിട്ട് പോകുമ്പോൾ അതൊന്ന് എടുത്തു തന്നിട്ട് പോകണം സാർ എന്ന് പറയുന്നത് മാന്യതയാണ്. അത് എടുത്തു കൊടുത്തിട്ട് പോകുക എന്നുള്ളത് അയാളുടെ മാന്യതയാണ്. കാര്യം അയാൾ ശ്രദ്ധിക്കാതെ വന്നുകൊണ്ടാണ് അത് താഴെ പോയിട്ടുള്ളത്. ഇനി ഇതേ സീൻ ഇത് കാണുമ്പോൾ ഇവൻ ഭയങ്കര അഹങ്കാരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ സീൻ നമുക്ക് വേറൊരു രീതിയിൽ ആലോചിക്കാം. മോഹൻലാലിൻ്റെ കഥാപാത്രം കമ്മീഷണർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു, ഫോണും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പോലീസ് കഥാപാത്രത്തിൻ്റെ ദേഹം തട്ടി ആ ഫോൺ താഴെ പോകുന്നു. ആ ഫോൺ എടുത്ത് തന്നിട്ട് പോകണം സാർ എന്ന് മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുകയാണ്. പോലീസുകാരൻ അങ്ങനെ നോക്കി നിൽക്കും. അതെന്താ നിനക്ക് അത്രയും വാശിയാണോ എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ 2 പെടയും കൊടുത്ത് പോലീസുകാരനെ കൊണ്ട് ഫോൺ എടുപ്പിച്ച് കഴിയുമ്പോൾ അതൊരു ഹീറോയിക് മൊമെൻ്റ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് അത് മോഹൻലാൽ ചെയ്തു എന്നുള്ളതുകൊണ്ടല്ല. മോഹൻലാലിൽ നമ്മൾ അർപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളോട് കൂടിയ ഒരാൾ അത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. രണ്ടിടത്തും സംഭവിച്ചിട്ടുള്ള ഒരേ കാര്യമാണ്. പക്ഷെ ഒന്ന് ഹീറോയിസോ മറ്റൊന്ന് വില്ലനിസോ ആവുകയാണ്. കാരണം അവൻ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ളവനാണ്, ശരിയാണ്. അവൻ ഇനിയും അടിച്ചമർത്തപ്പെടാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവനാണ് എന്ന് പറയുന്നൊരു ചിന്ത അവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ അവൻ സഹതാപത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ നേടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായി മാറണമെന്നുള്ളതാണ്. ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പദപ്രയോഗം പോലും നമുക്കിതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. ഒരു ദളിതൻ അവൻ്റെ അവകാശം എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്നത്, അവൻ പോരാടി നേടിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഉന്നത ജാതി ബോധം നിങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറയുന്ന രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വലിയ തറവാടിന് വേണ്ടി പോരാടിയിട്ടുള്ള നായകന്മാരുടെയും ഒക്കെ കഥകൾ പറയുമ്പോൾ എൻ്റെ അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ഒക്കെ പോരാടിയിരുന്നതോ, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി പോരാടിയിരുന്നവരാണ്. സ്വന്തം മണ്ണിന് വേണ്ടി, പെണ്ണിൻ്റെ അഭിമാനത്തിന് വേണ്ടി ജീവിക്കാനും ജോലി ചെയ്യാനും നല്ല വസ്ത്രം ഉടുക്കുന്നതിനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ടി വന്ന ഞങ്ങളുടെ മുൻ തലമുറയെക്കുറിച്ച് ആ തലമുറയിൽ ജീവിച്ചിരുന്ന ആളുകൾ പറഞ്ഞ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പലതിനും ഇവിടെ രേഖകളില്ല, പറഞ്ഞു കേട്ട അറിവുകൾ കൂടിയേ ഉള്ളൂ. അത് എൻ്റെ മക്കളും കൊച്ചുമക്കളും കൂടി അറിയണമല്ലോ. എനിക്കും ഇവിടെ ചരിത്രം ഉണ്ടായിരുന്നല്ലോ. ആ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഗൗതം വാസുദേവ് മേനോന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് വെരി സിമ്പിൾ ജാതീയത. കാരണം ദളിതൻ പോരാടി ജയിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ആളുകൾക്ക്. എല്ലായിടത്തും ഹീറോസ് ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗൗതം വാസുദേവ് മേനോൻ ഇപ്പോൾ ഇതൊരു ചെറിയ അഭിപ്രായമായി മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അതായത് 80s 90s സെറ്റ് ഇട്ടിട്ട് ഇനിയും ഈ പറയുന്ന ജാതീയമായ വേർതിരിവുകളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എന്ന് ഒരു അഭിപ്രായം പോലെ പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവരുത് എന്ന അധികാരം പുള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണത്തിനുള്ളിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന ബോധ്യം ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായതുകൊണ്ടാണ്. ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദ്യം ഉയർത്താനും ആ ചോദ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടി കൊണ്ടാണ്. അവസാനം ഇട്ടിരിക്കുന്ന ജാതിവാൽ പേരുണ്ടല്ലോ, അത്തരം പേരുകാരിൽ എവിടെയോ ഒരാൾ പണ്ടിരുന്ന് പറഞ്ഞിട്ടുണ്ടാവും, എവൻ്റെ ഒന്നും ചരിത്രം ഇവിടെ ആരും രേഖപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ വീരേതിഹാസങ്ങളെ കുറിച്ച് വെക്കാം, അതൊക്കെ മതി. ഈ ചേറിലും കുണ്ടിലും കിടക്കുന്നവനൊക്കെ എന്ത് ചരിത്രം ഉണ്ടാവാനാണ്? അത്തരം ചില ബോധ്യങ്ങളുണ്ടല്ലോ, അത്തരം ചില ചിന്തകളുണ്ടല്ലോ, അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും നല്ല ഭംഗിയായിട്ട് പേറിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ഇടയ്ക്ക് കോട്ട് സൂട്ട് ഇട്ട് കുറച്ച് മാന്യമായ ഭാഷയിലൂടെ പുറത്തു വരും എന്നുള്ളതല്ലാതെ അതിനൊരു വലിയ മാറ്റം ഇന്നും സംഭവിച്ചിട്ടില്ല. തൻ്റെ പേരിൻ്റെ അവസാനം കിടക്കുന്ന മേനോൻ എന്ന വാല് അതൊരു ജാതിയായിട്ട് ഞാൻ കൂട്ടിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ് എന്നുള്ളതും കൂടിയാണ്. മതം വർക്ക് ചെയ്യുന്ന പോലെയല്ല ജാതി വർക്ക് ചെയ്യുന്നത്. മതം മാറി, അതായത് ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മതം മാറി ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾ പോലും അവിടെ പള്ളിയിലും അവർക്ക് വേർതിരിവാണ് എന്ന് മനസ്സിലാക്കി പ്രതികരിച്ചിട്ടുള്ളത് നമുക്ക് പൊയ്കയിലപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സോ എൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് മുസ്ലിമാണ് എന്നൊന്നും പറയുന്നത് ജാതി എന്ന് പറയുന്ന ആ കോളത്തിന് പുറത്തേക്ക് ഞങ്ങൾ വളർന്നു എന്നുള്ളതിൻ്റെ തെളിവൊന്നുമല്ല. ഗൗതം മേനോൻ ആ ഇൻ്റർവ്യൂവിൽ പറയുമ്പോഴും ഞാൻ ആലോചിച്ചത് ഈ ഡിവിഷൻസ്, സൊസൈറ്റിയിൽ ഡിവിഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ. അതിനെങ്ങനെയും പോളിഷ് ചെയ്ത് അവതരിപ്പിക്കാനുള്ളൊരു ത്വര അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ? തലമുറകളോളം അടച്ചു വെച്ചിരുന്ന വേദനയുടെ എക്സ്പ്രഷനാണ് അത്തരം സിനിമകളിലൂടെ പുറത്തേക്ക് വരുന്നത്. വാഴ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത് ഇത്രയും ജനറേഷൻസിൻ്റെ പെയിനാണ്. അത് തന്നെ പരിയേറും പെരുമാളിലേക്ക് പോയാലും മാമനിലേക്ക് പോയാലും
പോയി കഴിഞ്ഞാലും അവിടുത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് എത്രയോ ജനറേഷൻസോളം പിടിച്ചു വെച്ചിരുന്ന തീവ്രമായിട്ടുള്ള വികാരങ്ങളുടെ എക്സ്പ്രഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഡിങ് ആണ്. അതിനെ താങ്ങാൻ ശേഷിയില്ലാതെ വരുമ്പോൾ നമ്മളെയോ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവുന്നതുകൊണ്ടാണ്. അതൊരു വിഭാഗം മനുഷ്യരുടെ കഥയാണ്, അവരുടെ പോരാട്ടമാണ്. അങ്ങനെ കാണുന്നതിന് പകരം അത് നമുക്കെതിരെയുള്ള എന്തോ പ്രശ്നമാണല്ലോ മച്ചമ്പി എന്ന് പറയുന്ന പോലെ അതിനെ നോക്കി കാണുമ്പോഴാണ് ഇതൊക്കെ ഇപ്പോഴും ഡിവിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്ന തോന്നലുണ്ടാവുന്നത്. അങ്ങനെയും മനുഷ്യർ ഇവിടെയുണ്ട്, അങ്ങനെയും പോരാട്ടങ്ങൾ ഇവിടെയുണ്ട്, ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊക്കെ തോന്നുമ്പോഴാണ് ഇവർ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നുന്നത്. ഇറ്റ്സ് ഓക്കെ മേനോ ചേട്ടാ, കുറച്ചുകൂടി സാമൂഹ്യബോധം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.